പ്രിയപ്പെട്ടവരെ, നമുക്കൊപ്പം പി ആർ സുനിൽ മറ്റൊരു വിഷയത്തിൽ കൂടി റിപ്പോർട്ട് നൽകാനായിട്ടുണ്ട്. ഗൗതം അദാനിക്കെതിരെ നടപടി ന്യൂയോർക്ക് കോടതി കടുപ്പിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുമ്പോൾ ഇന്ത്യയിൽ പാർലമെന്റിൽ ആ വിഷയം ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം. പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് തന്നെ ഗൗതം അദാനിയെ മുന്നിൽ നിർത്തി BJP സർക്കാരിനെ നേരിടും, പ്രത്യേകിച്ച് മോദിയെ നേരിടും. അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. സൗരോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് 2100 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്നാണ് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്. അത് ഇന്ത്യയിൽ തന്നെ ആ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ഗൗതം അദാനിക്കെതിരെ അറസ്റ്റ് വാറണ്ട് അടക്കം പുറപ്പെടുവിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യണമെന്നുമാണ് പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, സംയുക്ത പാർലമന്ററി കമ്മിറ്റി ഈ വിഷയം അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ കക്ഷികൾ സംയുക്തമായി തന്നെ തീരുമാനമെടുക്കുന്നു. നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. അറസ്റ്റ് ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. നമുക്കിപ്പം പി ആർ സുനിലുണ്ട്. പി ആർ സുനിൽ, ന്യൂയോർക്കിലാണ് കേസെങ്കിലും അതിൻ്റെ രാഷ്ട്രീയവും ചർച്ചയും ഇന്ത്യയിലാണ്. വരുന്ന പാർലമെന്റ് സെഷനിൽ ഗൗതം അദാനിയുടെ വിഷയം ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം സംയുക്തമായി സർക്കാരിനെ നേരിടുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അല്ലേ? അരുൺ, തീർച്ചയായും പാർലമെന്റ് സമ്മേളനം 25-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. തീർച്ചയായും ഈ പാർലമെന്റിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രതിപക്ഷം ഉയർത്തുന്നത് ഇനിയിപ്പോൾ അദാനി തന്നെയായിരിക്കും. ഏതായാലും അദാനിക്കെതിരെ ഇപ്പോൾ അമേരിക്കൻ കോടതി എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് ഇപ്പോൾ പാർലമെന്റിൽ നടത്താൻ ആലോചിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ അദാനിയുടെ അറസ്റ്റും അദാനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യവും ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദാനി എതിരെയുള്ള അന്വേഷണം JPCക്ക് വിടണമെന്നും ഇതിനായി സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കണമെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ആവശ്യപ്പെട്ടതാണ്. ഈ ആവശ്യം ഉന്നയിച്ച് വലിയ പ്രതിഷേധം ഉയർത്തിയതാണ്. പക്ഷേ അപ്പോൾ ആ ഒരു ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ആ ആവശ്യം അംഗീകരിക്കാത്തൊരു സമീപനമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ അദാനിയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ യോജിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അദാനിയെ സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന ആരോപണം ഇന്നലെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ ഉന്നയിച്ചിരുന്നു. അദാനിയെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ അമേരിക്കൻ കോടതിയുടെ താങ്ക് യു പി ആർ സുനിൽ. സുനിലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ന്യൂയോർക്കിലാണ് കേസെങ്കിലും ഇന്ത്യൻ പാർലമെന്റിൽ അദാനിയുടെ വിഷയം കൊടുങ്കാറ്റാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പാർലമെന്റിൽ പ്രതിപക്ഷം ഈ വിഷയം തന്നെ ആദ്യ ദിവസം തന്നെ ഉന്നയിക്കാനാണ് സാധ്യത.